എന്ന് ഗ്രഫൈറ്റിസ് HCl എന്ന് നോക്കണം. HCl ആൾക്കാരെ മറന്നു പോരുത്. ഒന്ന് ഹെപ്പാർ സൾഫാണ്, മറ്റൊന്ന് കോസ്റ്റിക് ആണ്, അടുത്തത് ലൈക്കോപോഡിയാണ് കേട്ടോ, മറന്നു പോരുത്. കീനോട്ടിൽ അതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ബോറിക്കിൽ ടിപ്പിക്കലി ആർസൻ നൈട്രിക് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നു ഫോളോസ് വെല്ലി ഗ്യാസ്ട്രിക് കംപ്ലൈൻസ്. കണ്ടോ? ഇനി അതേപോലെ അതിന് നമ്മൾ പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? കാൽക്കേരിയക് കാർബൺ, ഒബേസിറ്റി ഓഫ് യങ് വിൻ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് അൺഹെൽത്തി അഡിപ്പോസ് ടിഷ്യൂ, ഫോളോ സൾഫർ വെല്ലിംഗ് സ്കിൻ എഫക്ഷൻ, പാപ്പർസെപ്പി ആൻഡ് ഗഷിംഗ്, ലുക്കോറിയ. ആ കാര്യം ഒന്ന് മറന്നു പോരുത്. സോ ദാറ്റ്സ് അബൌട്ട് ഗ്രഫൈറ്റിസ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഗ്രഫൈറ്റിസിൽ പറഞ്ഞിരിക്കുന്ന ബ്രത്ത് സ്മെൽസ് ലൈക്ക് യൂറിൻ ഒന്ന് ഓർക്കണേ. പിന്നെ അതിന്റെ ഏത് തരം കോൺസ്റ്റിറ്റ്യൂഷൻസിന് കൊള്ളാം. ഈ ഫാറ്റ് ചില്ലി കോസ്റ്റ്യൂം അതവർക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇടാൻ തോന്നുന്ന ഒരു സെന്റൻസ് ആണ്, അതുകൊണ്ട് യു മേ പ്ലീസ് അണ്ടർലൈൻ ഇറ്റ്. പിന്നെ നമുക്കറിയാം എവരി ലിറ്റിൽ ഇഞ്ചുറി സെപ്പറേറ്റ്സ് എന്നൊക്കെ ഹെപ്പാർ സൾഫിന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനും ഉള്ളത്. കോംപ്ലിമെന്ററിയിൽ നിങ്ങളെ കീനോട്ടിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ആർജൻ നൈട്രിക്കും കൂടി ഒന്ന് എഴുതി വെച്ചേട്ടെ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രഫൈറ്റിസ്. ഇനി നമ്മളെ ബോറിക്കിൽ ഒരു ആളെ കിടക്കുന്നത് കണ്ടോ? ഗ്രാറ്റിയോള ഒഫിഷ്യനാലിസ്. എന്താ പ്രത്യേകത എന്ന് അറിയാമോ? ഗ്രാറ്റിയോള ഒഫിഷ്യനാലിസ് അറിയാമോ? ആർക്കെങ്കിലും അറിയോ ഗ്രാറ്റിയോളയുടെ പ്രത്യേകത? ഗ്രാറ്റിയോള എന്ന് പറയുന്ന ഫീമെയിൽ നക്സോമിക്ക എന്നാണ് പറയാ കേട്ടോ, ഗ്രാറ്റിയോള. ഓക്കെ, ഇനി കമ്മിങ് ടു ഹെമാമിലിസ് അല്ലെ? ഹെമാമിലിസ് ആണ് നമ്മൾ നേരത്തെ ഫെറമെറ്റിന്റെ കൂടെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ബ്ലീഡർ റെമഡി. നമ്മൾ എല്ലാവരും തന്നെ റെക്ടൽ ബ്ലീഡിങ്ങിനും അതുപോലെ വേരിക്കോസ് വെയിന്റെ ബ്ലീഡിങ്ങിനും വേരിക്കോസ് കണ്ടീഷനും ഉണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു ഹെമാമിലിസ് ട്രൈ ചെയ്യാറുണ്ട് അല്ലെ. സോ ഹെമാമിലിസ് വിർജിനിയാന വിച്ച് ഹേസൽ എന്നാണ് പേര്. മാറുപോലെ രണ്ടിടത്തും ഓർക്കണം. അപ്പം ഒരു വിച്ച് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു, അതാണ് ഹെമാമിലിസ്. ഓക്കെ, വീനസ് കൺജഷൻസ് എല്ലാം കൊടുക്കുന്നതാണ്. അതിലൊരു സംഭവം കണ്ടോ കീനോട്ടിനകത്ത്? ദ ഷ്രബ് ഫ്ലവേഴ്സ് ഫ്രം സെപ്റ്റംബർ ടു നവംബർ. സെപ്റ്റംബർ ടു നവംബർ നമ്മള് പിന്നെ നവംബർ മാസം, സെപ്റ്റംബർ മാസം അല്ലെ, ഓണം തൊട്ട് ക്രിസ്മസ് ആയില്ല, അതിന് മുന്നേ ഉള്ള സമയം. സോ സെപ്റ്റംബർ ടു നവംബറിലാണ് ഹെമാമിലിസിന്റെ കാലം എന്നാണ് പറയുന്നത്. വെൻ ദ ലീവ്സ് ആർ ഫോളിങ്, അതായത് ഈ നമ്മളെ എന്താ പറയാ തണുപ്പ് സീസൺ തുടങ്ങുന്ന ടൈമിന് തൊട്ട് മുമ്പേ. ഓക്കെ, ആൻഡ് ഈ ഇലപൊഴിയും ശിശിരം എന്നൊക്കെ പറയുന്ന സമയമാണ്. ആൻഡ് ദ സീഡ്സ് മെച്യൂർ ദ ഫോളോയിങ് സമ്മർ. ഇനി ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ടു വീനസ് ഹെമറേജ് ആണ്. നമുക്ക് അറിയാമല്ലോ, അല്ലാത്ത ആർട്ടിൽ ഹെമറേജ് കുറെ മെഡിസിൻസ് ഉണ്ട്, പക്ഷെ ഇത് വീനസ് ഹെമറേജിന് കൊടുക്കുന്നു. ഫ്രം എവരി ഓറിഫീസ് ഓഫ് ദ ബോഡി. നോസിനാവാം, ലങ്സ് ആവാം, ബവൽസ് ആവാം, യൂട്രസ് ആവാം, ബ്ലാഡർ ആവാം. And the patient is subject to varicose veins, taking cold easily from very exposure, especially in warm moist weather. അപ്പൊ അടുത്ത വരി നമ്മൾ മറന്നു പോകത്തില്ലല്ലോ. ഇറ്റ് ഈസ് ദ അക്കണൈറ്റം ഓഫ് വീനസ് കാപ്പിലറി സിസ്റ്റം. അക്കണൈറ്റം ഓഫ് ക്രോണിക് ഡിസീസ് ഏത് മെഡിസിൻ ആണ്? ഓർക്കുന്നുണ്ടോ? അക്കണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. അപ്പൊ നമ്മള് അക്കണൈറ്റ് ഓഫ് വീനസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അക്കണൈറ്റ് ഓഫ് വീനസ് കാപ്പിലറി സിസ്റ്റം, നോ ഡൗട്ട് ഹെമാമിലിസ്. അതുകൊണ്ട് എല്ലാ വീനസ് ഹെമറേജുകൾക്കും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണല്ലോ ഹെമാമിലിസ്. ഓക്കെ, ഇനി അതിലെ കുറച്ച് സിംറ്റംസ് യു കൻ കവർ ഇൻ ബോറിക്. അതായത് വീനസ് കൺജഷന് കൊടുക്കുന്നു. ബ്രൂസ്ഡ് സോർനെസ് ഓഫ് ദി അഫക്റ്റഡ് പാർട്സ്. അതിന് അഫക്റ്റഡ് പാർട്സിൽ കോഡ്സ് ഓഫ് ദ വെയിന് കോസിംഗ് റിലാക്സേഷൻ വിത്ത് കോൺസിക്വന്റ് എൻകോർച്ച്മെന്റ്. പിന്നെ ആഫ്റ്റർ സർജറി കണ്ടൊരു വാക്ക് കണ്ടോ? ആഫ്റ്റർ ഓപ്പറേഷൻ സൂപ്പർസീഡ്സ് ദ യൂസ് ഓഫ് മോർഫിയ എന്നൊരു വാക്ക് കണ്ടോ? സർജറി ശേഷം മോർഫിയയുടെ ആക്ഷൻ സൂപ്പർസീഡ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മള് ഒരുമാതിരിപ്പെട്ട നമ്മൾ എന്താ പറയാ വീനസ് ഹെമറേജ് ഒക്കെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഹെമറോയിഡ്സിനൊക്കെ സർജറി ചെയ്തിട്ട് ബ്ലീഡിങ് അറസ്റ്റ് ആവാത്ത എത്രയോ കേസുകൾ നമ്മുടെ ഹെമാമിലിസ് കൊണ്ട് കറക്റ്റ് ആവാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് വേരിക്കോസ് വെയിന്റെ വേരിക്കോസ് അൾസർ പെട്ടെന്ന് പൊട്ടിയതായിട്ടൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിന് പോലും കാൽ എലിവേറ്റ് ചെയ്ത് വെച്ച് ഡ്രസ് ചെയ്ത് ഹെമാമിലിസ് കൊടുക്കുന്ന എത്രയോ റിലീഫുള്ള കേസുകൾ. റീസെന്റ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഇവിടുത്തെ മുൻ RMO ആണ് അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഹെമാമിലിസിന് അങ്ങനെ ഒരു ആക്ഷൻ കൂടിയുണ്ട്. സോ യു ക്യാൻ തിങ്ക് എന്താണ് പറയുന്നത്? ആഫ്റ്റർ ഓപ്പറേഷൻ സൂപ്പർസീഡ്സ് ദ യൂസ് ഓഫ് മോർഫിയ. പിന്നെ ഗ്രേറ്റ് വാല്യൂ ഇൻ ഓപ്പൺ പെയിൻഫുൾ വൂൺസ് വിത്ത് വീക്ക്നെസ് ഫ്രം ലോസ് ഓഫ് ബ്ലഡ്. പിന്നെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ അല്ലെ. അതിനകത്ത് കിടക്കുന്ന ഹെഡ് സിംറ്റംസ് നോക്കിക്കാട്ടെ. വോൺസ് ദ റെസ്പെക്ട് ഡ്യൂ ടു മീ ഷോൺ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വോൺസ് ദ റെസ്പെക്ട് ഡ്യൂ ടു മീ. കാര്യങ്ങളെല്ലാം എന്നാലും നടന്നു എന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ആണെന്ന് അറിയില്ല. എനിവേ ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തത്. അതൊരു ഇറ്റാലിക്സിലൊക്കെയാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് മൈ ബി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വോൺസ് ദ റെസ്പെക്ട്. ഹെമാമിലിസ് ഞാനൊരു ബ്ലീഡിങ് റബറിയാണ്, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന റബറിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് എന്നോട് ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കടോ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അതൊന്ന് ഓർത്തോണേ. ദെൻ
ന്യൂറാൾജി ഓഫ് ഇന്റേണൽ സാഫിനസ് നെർവ് കണ്ടോ, അതായത് സാഫിനസ് വെയിനെ അഫക്ട് ചെയ്യുന്ന കൂടത്തിൽ അതിന് നെർവ് കൂടെ അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനോട് പെയിൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കാട്ടെ. പിന്നെ ഫീമെയിൽ നമുക്കറിയാം ഡാർക്ക് പ്രൊഫ്യൂസ് സോർനെസ് ഇൻ ദ അബ്ഡമൻ, മെറ്ററേജിയ ഒക്കറിംഗ് മിഡ്വേ ബിറ്റ്വീൻ മെൻസ്ട്രൽ പീരീഡ്സ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ മൊഡാലിറ്റീസിനകത്ത് കണ്ടോ, അതായത് വേഴ്സ് ഫ്രം മോയിസ്റ്റ് ഹെയർ ആണ് കേട്ടോ, മോയിസ്റ്റ് ഹെയർ ആണ്. പിന്നെ ഹീമോടൈസിസിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ക്രോണിക് എഫക്ട്സ് ഓഫ് മെക്കാനിക്കൽ ഇഞ്ചുറീസിന് കൊടുക്കും. റിലേഷൻഷിപ്പ്, യു മേ പ്ലീസ് ഗോ ടു റിലേഷൻഷിപ്പ്. അതിൽ നമ്മൾ പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട് കണ്ടോ, ഫെറം ഇൻ ഹെമറേജസ് ആൻഡ് ഹെമറേജിക് ഡയാഥിസിസ്. അപ്പം ഹമാമിലിസും പിന്നെ ഫെറവും വളരെ അഭേദ്യ ബന്ധമുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്യുലർ ഫ്ലൂറ്, അലോസും യൂറിയറ്റിക് ആസിഡ് ഇൻ വേരിക്കോസ് വെയിൻസ് ആൻഡ് ഈവൻ മാൻജിഫെറ ഇൻഡിക്ക. ആന്റിഡോട്ട് ആർണിക്കയും കോംപ്ലിമെന്ററി ഫെറോ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിന് ആന്റിഡോട്ട് ചെയ്യാൻ രണ്ടും ബ്ലീഡേഴ്സ് അല്ലെന്ന് വെച്ച് ഡോണ്ട് ഗീവ് ആർണിക്ക ആൻഡ് ഹമാമിലിസ് ടുഗെദർ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. ഓക്കെ, ദെൻ കമ്മിങ് ടു വെറുതെ ഒന്ന് ഹെക്ലാലാവ കണ്ടോ, ഹെക്ലാലാവ കണ്ടോ, അതിലെ ഹെക്ലാലാവയ്ക്കകത്ത് ഒരു സിംറ്റം നിങ്ങളൊന്ന് ബോറിക്കിൽ എടുത്ത് നോക്കിയാട്ടെ. ഫേഷ്യൽ ന്യൂറാൾജിയ ഫ്രം കാരീസ് ഓഫ് ടീത്ത് കണ്ടോ, ഫേഷ്യൽ ന്യൂറാൾജിയ ഫ്രം കാരീസ് ഓഫ് ടീത്ത് ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് മാക്സിലറി ബോൺ. ആരെങ്കിലും ചോദിച്ചാൽ അതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ, ഹെക്ലാലാവ. ഇനി കമ്മിങ് ടു ഹെലിബോറസ് അല്ലേ. അപ്പൊ നമുക്ക് സ്നോ റോസും അറിയാം, ക്രിസ്മസ് റോസും അറിയാം. ഓക്കെ, അപ്പം ഹെൽ റോസ് എന്ന് പറയുന്നത് ക്രിസ്മസ് റോസ് എന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് സെൻസിങ് ടു എനി റിലീജ് ട്ടോ, എന്നാലും ഓർത്തിരിക്കാൻ പറയണേ, ഹെൽ റോസ് ഇസ് ക്രിസ്മസ് റോസ്. അതേസമയം റോഡോഡെൻഡ്രോൺ ആണ് സ്നോ റോസ് അല്ലെ. അപ്പൊ നമ്മൾ ഹെലിബോറോസിന് പറയുന്നത് കേട്ടോ, ഹെലിബോറസ് ഏതാ ഫാമിലി, റെനൻഗുലേസിയ ഫാമിലി. വേറെ ഏത് മെഡിസിൻ അറിയാം റെനൻഗുലേസിയ ഫാമിലിയില്? കോമൺ ആയിട്ടുള്ള മെഡിസിൻ ഏതാ? റെനൻഗുലസ് ബൾബോസസ് അല്ലെ. അപ്പൊ റെനൻഗുലേസിയ ഫാമിലി. ഇന്നപ്പം നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് പഠിച്ചാട്ടെ, ജസ്റ്റ് നെയിംസ് പഠിക്കുക. നമ്മൾ ഒന്ന് പറഞ്ഞ ലൊഗനേസിയ ഫാമിലി മെമ്പേഴ്സിനെ പഠിക്കുക, റെനൻഗുലേസിയ ഫാമിലി പഠിക്കുക, സ്ക്രോഫിലറേഷ്യ പഠിക്കുക. അപ്പൊ നിങ്ങൾ ഇന്നൊരു 3 ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിന്റെ മെമ്പേഴ്സിനെ പഠിക്കും കേട്ടോ. അതിലെ പ്രധാനപ്പെട്ടതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചില റെയർ റെമഡീസ് വരുമ്പോഴും ആൻഡ് പ്ലസ് നമ്മൾ ഇന്ന് പഠിച്ച മെഡിസിന്റെ പാർട്സ് യൂസ്ഡും പ്രൂവേഴ്സ് അറിയാമെങ്കിൽ പ്രൂവേഴ്സും കൂടെ പഠിച്ചാൽ നിങ്ങൾ ഇത്രയും മെഡിസിൻസ് അങ്ങ് കംപ്ലീറ്റ് ആക്കും. ഇന്ന് തന്നെ കീനോട്ട് അങ്ങ് വായിച്ചാൽ മതി. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ മറ്റേതിൽ പഠിക്കുന്ന പോലെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ റെമഡികളുടെ ഫാമിലി, ഇനി വേറെ എന്തെങ്കിലും റോസസ് ഉണ്ടെങ്കിൽ, ഇത് 2 റോസസ് എന്റെ ഓർമ്മയിലുള്ളൂ, വേറെ എന്തെങ്കിലും റോസസ് ഉണ്ടെങ്കിൽ അത് ക്രിസ്മസ് റോസ് ഏതാണ്, അതുപോലെ സ്നോ റോസ് ഏതാണ്, പിന്നെ അതിന്റെ ഫാമിലി ഏതാണ്, മെഡിസിൻസ് ഏതാണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ വിൽ ബി ഈസി ഫോർ സ്റ്റഡ് ലേണിംഗ് കേട്ടോ. അപ്പൊ ഹെലിബോറസ് നൈഗർ എന്ന് പറയുന്ന മെഡിസിൻ വീക്ക്ലി ഡെലിക്കേറ്റ് സോറിക് ചിൽഡ്രൻ പ്രോൺ ടു ബ്രെയിൻ ട്രബിൾസ്. നോ ഡൗട്ട് നമ്മൾ ബ്രെയിൻ ട്രബിൾസിന് സെക്യൂട്ടയൊക്കെ പോലെ തന്നെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ഹെലിബോറസ്. അപ്പം അതിൽ ബ്രാക്കറ്റഡ് മെഡിസിൻസ് നിങ്ങൾ നോക്കിയാട്ടെ, ബെല്ല്, കാൽക്കേരി ആൻഡ് ട്യൂബർക്ലിനം വിത്ത് സീറസ് എഫ്യൂഷൻ. ഇത്രയും കാര്യങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഹെലിബോറസിലെ കീനോട്ടിൽ പറഞ്ഞുള്ളൂ. ബോറിക്കിൽ വന്നാൽ അങ്ങനെയല്ല. കണ്ടീഷൻ ഓഫ് സെൻസോറിയൽ ഡിപ്രഷൻ കണ്ടോ, ഇറ്റാലിക്സിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സീസ്, ഹിയേഴ്സ്, ടേസ്റ്റ് imperfectly and general muscular weakness. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണേ. ഒരു സെൻസോറിയൽ ഡിപ്രഷൻ വേണ്ട രീതിയിൽ കാണൂല, വേണ്ട രീതിയിൽ കേൾക്കൂല, അവർക്കൊരു മസ്കുലാർ വീക്ക്നെസ് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക കേട്ടോ. പിന്നെ ക്യാരക്ടറിസ്റ്റിക് അഗ്രിവേഷൻ കണ്ടോ, 4 to 8 PM. മാറിപ്പോവരുതേ, നമ്മൾ ലൈക്കോപോഡിയത്തിനകത്തൊക്കെ പറയുന്ന കണക്ക് ഇതിനും 4 to 8 PM ആണ്. ഓക്കെ, ഹെലിബോറസ് അഗ്രിവേഷൻ 4 to 8. അപ്പൊ നമ്മൾ ഇന്ന് ഒത്തിരി ടൈം പഠിച്ചു അല്ലെ. ചില്ലി അറ്റ് 1 PM ഫെറം ഫോസിൽ പഠിച്ചു. ചിൽ അറ്റ് 4 AM നമ്മൾ ഫെറം മെറ്റ് പഠിച്ചു. പിന്നെ 7 AM-ത്തിന്റെയും 9 AM-ത്തിന്റെയും ഒരു കാര്യം പഠിച്ചു. അത് ഏത് മെഡിസിനിലാണ് പഠിച്ചേ? യൂപ്പറ്റോറിയത്തിനകത്ത് അല്ലേ. അപ്പൊ ഇതുപോലെ അഗ്രിവേഷൻ അറ്റ് 4 to 8 PM എന്ന്. അതുപോലെ നിങ്ങൾ ഒരു ചെറിയ ബോക്സിൽ ടൈം മൊഡാലിറ്റീസിന് വേണ്ടി മാത്രം എഴുതി വെക്കണം കേട്ടോ. ടൈം മൊഡാലിറ്റീസ് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ചില്ല് തന്നെ കുറെ എണ്ണത്തിൽ വരുന്നുണ്ട്. ചില്ല് അറ്റ് 4 AM, 3 AM, 2 PM, 1 to 2 AM, 1 to 3 AM, 1 to 2 PM, 1 to 3 PM. അങ്ങനെയൊക്കെ ഉള്ള മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾ വെറുതെ സൈഡിൽ ഒരു ബോക്സ് വരച്ചിട്ട് അത് എഴുതി വെക്കണേ. സോ ഹെലിബോറസിന് ഒരു സെൻസോറിയൽ ഡിപ്രഷൻ ഉണ്ട്. ദേ ഹിയേഴ്സ്, ടേസ്റ്റ്, അവരുടെ സെൻസോറിയൽ ഡിപ്രഷൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതല്ല കാണുന്നത് കേൾക്കുന്നത് അല്ലേ. ദെൻ കംപ്ലീറ്റ് പാരാലിസിസ് അക്കമ്പനീഡ് വിത്ത് ഡ്രോപ്സിക്കൽ എഫ്യൂഷൻ.
അതുകൊണ്ട് തന്നെ എ റെമഡി ഇൻ ലോ സ്റ്റേറ്റ്സ് ഓഫ് വൈറ്റാലിറ്റി ആൻഡ് സീരിയസ് ഡിസീസിന് കൊടുക്കാറുണ്ട്. എ സ്റ്റേറ്റ് ഓഫ് എഫ്യൂഷൻ ഇൻ ഹൈഡ്രോകെഫാലസ്. കണ്ടോ, ഇവിടെ മാനിയ ഓഫ് മെലങ്കൊളി ടൈപ്പ് എന്ന് പറയുന്നത് പലതരം മാനിയ ഉണ്ടാവും അല്ലെ, അതിലൊരു മാനിയാണ് മെലങ്കൊളി ടൈപ്പ്. ആ ടൈപ്പിൽ കൊടുക്കുന്ന മെഡിസിൻ ആണ് ഹെലിബോറസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡോണ്ട് ഫോർഗെറ്റ്, ഇതിലെ മെന്റൽ ജനറൽസ് എല്ലാം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മെലങ്കൊളി ഒരു പ്രധാനപ്പെട്ടതാണ്, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ടൈപ്പ് ആണെന്നും അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നില്ല, ഒരു അക്യൂട്ട് ഇഡിഎസ്സി സിംറ്റംസ് പോലെ കാണിക്കുന്നുവെന്നും യു ക്യാൻ സീ ഇൻ കീനോട്ട്. അക്യൂട്ട് ഇഡിഎസ്സി കണ്ടോ, അക്യൂട്ട് ഇഡിഎസ്സി മാറിപ്പോയത് അക്യൂട്ട് ഇഡിഎസ്സി. ഓക്കെ, ഇനി മൈൻഡിനകത്ത് കംപ്ലീറ്റ് അൺകോൺഷ്യസ്നെസ്, പിന്നെ ഓട്ടോമാറ്റിക് മൂവ് ഓഫ് വൺ ആം ആൻഡ് വൺ, അത് തന്നെ കുറെ മെഡിസിൻ പറയുന്നുണ്ടെങ്കിൽ വൺ ലെഗിന്റെ, കാരണം എന്താ, ഇത് ഏത് കണ്ടീഷന് കൊടുക്കുന്ന മെഡിസിൻ ആണ്? മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്ന മെഡിസിൻ ആണ് അല്ലേ? കട്ടായി പോയോ? ഇല്ല ഡോക്ടർ, കേൾക്കാം. ഇല്ല, സ്ലൈഡ് കാണുന്നുണ്ടായിരുന്നോ? ഇപ്പൊ കാണുന്നുണ്ടോ? സ്ലൈഡ് കാണാം. ഹെലിബോറസ്. അതെ, അപ്പൊ നമ്മള് ഹെലിബോറസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹെലിബോറസിന് പലതരത്തിൽ, ഇപ്പൊ നമ്മൾ ബോറിംഗ് ഹെഡ് ടു ദ പില്ലോ, അതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. ബോറിംഗ് ഹെഡ് ടു ദ പില്ലോ, ബീറ്റ്സ് ഇറ്റ് വിത്ത് ഹാൻഡ്സ്. പിന്നെ അതിലൊരു കാര്യം കണ്ടോ, വായ എപ്പോഴും ഒരു ചൂയിങ് മോഷൻ ഉണ്ട്. അതൊരു തരം കുഴപ്പമായിട്ടല്ല എന്തിലും പറയുന്നത്, അവർക്ക് ഒരു ചൂയിങ് മോഷൻ ഓഫ് മൗത്ത് എന്ന് കീനോട്ടിലും ബോറിക്കിലും പറഞ്ഞിട്ടുണ്ട്. ബോറിക്കിൽ അത് ഇറ്റാലിക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ചൂയിങ് മോഷൻ ഓഫ് മൗത്ത്. പിന്നെ ഓട്ടോമാറ്റിക് മോഷൻ ഓഫ് വൺ ആം ആൻഡ് വൺ ലെഗ്. അതുകൊണ്ട് തന്നെ ഇത് അക്യൂട്ട് ഹൈഡ്രോകെഫാലസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് കണ്ടീഷൻ കൊടുക്കുന്നതാണ്. യൂറിനറി സിംറ്റം, ഹെലിബോറസിന് ഒരു റെഡ്, ബ്ലാക്ക്, സ്കാൻറ്റി കോഫി ഗ്രൗണ്ട് സെഡിമെന്റ്. ബ്രെയിൻ റിലേറ്റഡ് ആണോ ഡ്രോപ്സി റിലേറ്റഡ് ആണോ കണ്ടീഷൻസിന് അവരുടെ യൂറിൻ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കി, റെഡ് ആണ്, ബ്ലാക്ക് ആണ്, സ്കാൻഡി ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം, ഓർക്കണം കേട്ടോ. ആൻഡ് ദെൻ കമ്മിങ് ടു അവരുടെ റിലേഷൻഷിപ്പില് ആന്റിഡോട്ടായിട്ട് ക്യാംഫറും ചൈനയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ മെഡിസിൻസ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എനിവേ ബോറിക്കിലുള്ളത് ആന്റിഡോട്ട്, ക്യാംഫർ ആൻഡ് ചൈനയാണ്. ഈ ത്രെട്ടനിങ് എഫ്യൂഷന് നമ്മൾ ട്യൂബർകുലം ചിന്തിക്കുന്ന പോലെ തന്നെ യു ക്യാൻ തിങ്ക് ഓഫ് ഹെലിബോറസ് ആൻഡ് ഈവൻ സിംഗമെറ്റ്. ഓർക്കാൻ പറ്റുമല്ലോ അല്ലെ? അപ്പോ സ്നോറോസ് എന്നുള്ള കാര്യം ഓർക്കണം, സെൻസോറൽ ഡിപ്രഷന്റെ കാര്യം ഓർക്കണം. മെലങ്കൊളിയാണ് ഇവർക്കുള്ളത് കേട്ടോ, മാനിയ ആൻഡ് ദ ടൈം മൊഡാലിറ്റി. Okay, then that's about ഹെലിബോറസ്. ഇനി കമ്മിങ് ടു ഹെലോണിയസിന് പകരം ഞാൻ ഹെപ്പാസൾഫ് അടിച്ചിരിക്കുന്നത്. യു മേ പ്ലീസ് ഗോ ടു ഹെപ്പാസൾഫ്. ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണോ എന്ന് അറിയില്ല, നോക്കട്ടെ. അല്ല, അടുത്ത് എഴുതിയിട്ടുണ്ട്. നൗ കമ്മിങ് ടു ഹെപ്പാസൾഫ്. ഹെപ്പാസൾഫിന്റെ ആ ഷോർട്ട് നെയിം ഒന്ന് ഓർക്കണമേ, CAS. മറന്നുപോയത്, ഹെപ്പാസൾഫിന് ഇങ്ങനെ ഒരു ഷോർട്ട് നെയിം ഉള്ളത് ആക്ച്വലി ഞാനും മറന്നുപോയി. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ, CAS, അണ്ടർലൈൻ ഇറ്റ്. പിന്നെ ഹനിമാന്റെ കാൽഷ്യം സൾഫൈഡ് എന്ന് വിളിക്കുന്നത് ഹെപ്പാസൾഫിനാണ്. മാറിപ്പോവോ? ഹനിമാൻ പല സാധനങ്ങളെ കുറിച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് കോസ്റ്റിക്കം പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്ന കോസ്റ്റിക്കത്തിനെ കുറിച്ച് ഹനിമാൻ ഒരു നീണ്ട എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു. അതേപോലെ ഹനിമാന്റെ കാൽക്കേരിയ സൾഫൈഡ് എന്ന് പറയുന്നത്, ഈവൻ ദോ വി ഹാവ് ദ മെഡിസിൻ കാൽക്കേരിയ സൾഫ്, ഹനിമാൻ പറഞ്ഞിരിക്കുന്നത് ഇയാളെ കുറിച്ചാണ്, ഹെപ്പാസൾഫിന്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ട് പോകുമെന്നും സാരം. ഓക്കെ, സോ യു ക്യാൻ തിങ്ക് ഓഫ് ഹനിമാൻസ് കാൽഷ്യം സൾഫൈഡ് എന്ന് പറയുന്നത് ഹെപ്പാർ സൾഫിനെയാണ്. ഡോണ്ട് ഫോർഗെറ്റ്. ഇനി അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കിയാലോ. ഫോർ ടോർപ്പിഡ് ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, പേഴ്സൺസ് വിത്ത് ലൈറ്റ് ഹെയർ ആൻഡ് കോംപ്ലക്ഷൻ, സ്ലോ ടു ആക്ട്, മസിൽ സോഫ്റ്റ് ആൻഡ് ഫ്ലാബി. ടോർപ്പിഡ് ആയിട്ടുള്ള ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ലൈറ്റ് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണ്, സ്ലോ ആയിട്ട് ഇടപെടത്തുള്ളൂ, മസിൽ സോഫ്റ്റ് ആൻഡ് ഫ്ലാബി. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിലും അവരുടെ ഒരു മെന്റൽ ജനറൽസ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ നോക്കിക്കോ. ക്യുക്ക് ഹേസ്റ്റി സ്പീച്ച് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ്. കണ്ടോ, കീനോട്ടി കിടപ്പുണ്ട്. ഓവർ സെൻസിറ്റീവ്നെസ് എന്നുള്ള ആ ഭാഗത്ത് തന്നെ കിടക്കുന്നുണ്ട്. ക്യുക്ക് ഹേസ്റ്റി സ്പീച്ച് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ്. കണ്ടോ. ആൻഡ് പേഷ്യന്റ് ഇസ് പീവിഷ്, ആംഗ്രി അറ്റ് ദ ലീസ്റ്റ് ട്രിഫിൾ, ഹൈപ്പോകോൺട്രിയാക്ടൽ, അൺറീസണബിളി ആൻഷ്യസ്. അപ്പൊ ഈ തമ്മിലുള്ള ചില കോൺട്രഡിക്ഷൻ ആണ് അല്ലെ, നമ്മൾ വായിക്കുന്നതും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ആണ്. എനിവേ മേ പ്ലീസ് തിങ്ക് ഹേസ്റ്റി സ്പീച്ച്, ഹേസ്റ്റി ഡ്രിങ്കിങ്. എനിക്ക് തോന്നുന്നു മെർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഹേസ്റ്റി സ്പീച്ചും ഹേസ്റ്റി ഡ്രിങ്കിങ് കൊണ്ട് ഒരു പീവിഷ് ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത് കേട്ടോ. ഇനി സ്വെറ്റിംഗ് പേഷ്യന്റ്, പുള്ളിംഗ് ബ്ലാങ്കറ്റ് അറൌണ്ട് ഹിം. ഒരേ സമയത്ത് നമ്മളിപ്പോ പെർസ്പിറേഷൻ ഇൻക്രീസ് എന്ന് പറഞ്ഞ് റൂബ്രിക് എടുക്കുക വെച്ചാൽ അതിനകത്ത് ഹെപ്പാർ സൾഫ് ഉണ്ടാവും.
നമ്മൾ ഒരു കാരണവശാലും വിചാരിക്കുന്ന ഒരു ചില്ലിയായ പേഷ്യന്റിന് ഇത്രയും സ്വെറ്റിംഗ് ഉണ്ടാവുമോ? പക്ഷെ ഇത് രണ്ടും കൂടെ ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ആര്? ഹെപ്പാർ സൾഫ്. സ്വെറ്റിംഗ് പേഷ്യന്റ് പുള്ളിംഗ് ബ്ലാങ്കറ്റ് അറൌണ്ട് ഹിം. ആ വാക്കൊന്ന് ഓർത്തിരിക്കണേ. ഇനി ഗ്രേറ്റ് സെൻസിറ്റീവ് ടു സോ ഓൾ ഇംപ്രഷൻ നമുക്കറിയാം. അവർക്ക് റെസ്പിറേറ്ററി മെംബ്രെയിനിൽ വലിയ ആക്ഷൻ ഉണ്ട്. പിന്നെ ദ ടെൻഡൻസി ടു സെപ്പറേഷൻ, നമ്മൾ ടെൻഡൻസി ഫോർ എർസിപ്പിലസ് എന്ന് ഗ്രഫൈറ്റിസിന് പറഞ്ഞപ്പോൾ ടെൻഡൻസി ടു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മെഡിസിൻ ആണ്. ടെൻഡൻസി ടു സെപ്പറേഷൻ അതൊരു ഭയങ്കര മാർക്ഡ് എന്താ പറയുക, ഇവർ റെഡ് സ്റ്റാൻഡ് ഓഫ് ദിസ് റെമഡി എന്നാണ് പറയുന്നത്. പിന്നെ ചിലിനെസ്, ഹൈപ്പർ സെൻസിറ്റീവ്നെസ്, സ്പ്ലിന്റർ ലൈക്ക് ചെയിൻ, നമ്മൾ തൊണ്ടമുള്ളു കുടുങ്ങിയ പോലെ തോന്നുന്നൊക്കെ പറയുന്നവർക്കാണ്. ക്രേവിംഗ് ഫോർ സാർ ആൻഡ് സ്ട്രോങ് തിങ്സ് ആർ വെരി ക്യാരക്ടേഴ്സ്. അത് മാറിപ്പോവരുത്. അവർക്ക് ഭയങ്കര പുളിപ്പുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇൻഫെക്റ്റഡ് സൈനസ് വിത്ത് പസ്, സ്വെറ്റിംഗ് പേഷ്യന്റ് പുള്ളിംഗ് ബ്ലാങ്കറ്റ്, ചില്ലിനെസ്, ഹൈപ്പർ സെൻസിറ്റീവ്നെസ്, സ്പ്ലിന്റർ ലൈക്ക് പെയിൻസ് ആൻഡ് ക്രേവിംഗ് ഫോർ സാർ ആൻഡ് സ്ട്രോങ് തിങ്സ്. പിന്നെ ഫീലിംഗ് ഓഫ് വിൻഡ് വേർ ബ്ലോയിങ് ഓൺ സം പാർട്ട്. കണ്ടോ നിങ്ങൾക്ക്? ഇവർക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാലോ, അടുത്ത മുറിയിൽ വാതിൽ തുറന്നാൽ ഇവർക്ക് ചുമ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല. അപ്പൊ ഇതേപോലെ നമ്മുടെ കണ്ണിന്റെ മേലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല വിൻഡ് ബ്ലോയിങ്, ഫ്ലൂറിക് ആസിഡ് ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് സെൻസിറ്റീവ് ആയതുകൊണ്ട് എവിടെന്നോ തണുപ്പ് കാറ്റ് വരുന്നു എന്ന് തോന്നലാണ് കേട്ടോ. പിന്നെ സൈഡ്സ് ഓഫ് ദ ബോഡി ഓൺ വിച്ച് ഷീ ലൈസ് അറ്റ് നൈറ്റ്സ് ബിക്കം ഗ്രാജുവലി ഇൻസഫറബിളി പെയിൻഫുൾ. ഏത് വശം ചേർന്ന് കിടക്കുന്നോ അവിടെ കിടക്കാൻ പറ്റൂല, അത്രയും വേദനയായിട്ട് തോന്നും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പൊസിഷൻ മാറിക്കിടക്കണം. പിന്നെ സിഫിലിസ് ആഫ്റ്റർ ആന്റിസെപ്റ്റിക് ഗ്രോസ് മെഡിക്കേഷൻ, ആന്റിസെപ്റ്റിക് മെഡിക്കേഷൻ ഗ്രോസ് മെഡിക്കേഷന് ശേഷം സിഫിലിസ് വരുന്ന കേസ്. ക്രോണിക് ആൻഡ് റിക്കറിംഗ് അർട്ടിക്കേരിയ, അതിനും കൂടെ ഈ മെഡിസിൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ഒരു സിംറ്റം ഹെപ്പാർ സൾഫിൻ്റെത് നിങ്ങളൊന്ന് കീനോട്ട് എടുത്താട്ടെ. അതിൽ ഫേസ് കണ്ടോ? ഫേസിൽ മിഡിൽ ഓഫ് ലോവർ ലിപ് ക്രാക്ക്. നമുക്ക് നെയ്ട്രമോർ ഒക്കെ അറിയായിരിക്കും, പക്ഷെ ഹെപ്പാർ സൾഫിന് ആ സിംറ്റം ഉണ്ട് കേട്ടോ. മിഡിൽ ഓഫ് ലോവർ ലിപ് ക്രാക്ക്. പിന്നെ യൂറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യൂറിൻ ഡ്രോപ്സ് വേർട്ടിക്കലി. കണ്ടോ? യൂറിൻ ഡ്രോപ്സ് വേർട്ടിക്കലി. നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇവരുടെ ഡ്രൈ കോൾഡ് വിൻഡ് കൊണ്ടാണ് റെസ്പിറേറ്ററി സിംറ്റം ട്രിഗർ ചെയ്യുന്നത്. ഡ്രൈ കോൾഡ് വിൻഡ് ലൈക്ക് അക്കണൈറ്റ്. പിന്നെ കോൾഡ് എയർ എല്ലാം അഗ്രിവേഷൻ ആണ്, നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. അതുപോലെ കമ്മിങ് ടു ബോറിക്. ബോറിക്കിനകത്ത് സ്പ്ലിന്റർ ഇൻ ദ ത്രോട്ട് ഉണ്ട്. നോസിൽ ഒരു സ്മെൽ കണ്ടോ? നോസിലെ സ്മെൽ ലൈക്ക് ഓൾഡ് ചീസ്. അതായത് ഈ നമ്മൾ കഫം കെട്ടിക്കെടുത്ത് മൂക്കിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പറയില്ലേ, സ്മെൽ ലൈക്ക് ഓൾഡ് ചീസ്, പഴകിയ ചീസിന്റെ സ്മെൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നേ. ഓൾഡ് ചീസ് പോലെ തോന്നുന്നു. പിന്നെ ഈ ഹൈപ്പോപൈൻ എന്നൊക്കെ കൊടുക്കുന്നതാണ്, കണ്ടീഷൻ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ സ്കിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അൺഹെൽത്തി സ്കിന്നാണ്, കോൾഡ് സോഴ്സ് ഉണ്ട്, റാപ്ഡ് അപ്പ് ആയിട്ടുള്ള ടെൻഡൻസി അവർക്കുണ്ട്. അതിനകത്ത് ഒരെണ്ണം മാത്രം നിങ്ങൾ സ്കിന്നിൽ എഴുതിയിടണം. നമ്മളെ കീനോട്ടിലില്ല, അതൊന്ന് എഴുതിയിട്ടേക്കണേ. ക്രോണിക് ആൻഡ് റിക്കറിംഗ് ഏർട്ടിക്കേരിയ. നമ്മൾ ആർട്ടിക്കേരിയൊന്നും സാധാരണ ഹെപ്പാർ സൾഫ് ചിന്തിക്കാറില്ലല്ലോ. നോ ഡൗട്ട് ലൈങ് ഓൺ പെയിൻഫുൾ സൈഡ് അഗ്രിവേഷൻ ആണ്. ലൈക്ക് ഹൂം? ലൈക്ക് കാലികാർ ആൻഡ് അയഡം. കാലികാർബിന് അയഡത്തിനൊക്കെ പോലെ ഏത് വശം കിടക്കുന്നു അത് അവിടെ അവർക്ക് അഗ്രിവേഷൻ ആണ്. പിന്നെ കോംപ്ലിമെന്ററി ടു കലൻഡുല ഇൻ ഓൾ ഇഞ്ചുറീസ് ഓഫ് സോഫ്റ്റ് പാർട്സ്. ഹെപ്പാർ ആന്റിഡോട്സ് ദ ബാഡ് എഫക്ട്സ് ഓഫ് മെർക്കുറി ആൻഡ് അതർ മെറ്റൽസ്. അതിനകത്ത് ഒരു സാധനം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം, കോഡ് ലിവർ ഓയിൽ. കണ്ടോ? കോഡ് ലിവർ ഓയിൽ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കോഡ് ലിവർ ഓയിൽ റിലേഷൻഷിപ്പില് കീനോട്ടിൽ കിടപ്പുണ്ട്. കോഡ് ലിവർ ഓയിലില്, അതായത് ഈ സാധാരണഗതിയിൽ ഇത് കുറച്ച് കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഡാം ക്ലൈമറ്റ് ഉള്ളവർക്ക് എന്നുള്ള ചിന്തയിലാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ റൊമാറ്റിക് എയിൽമെന്റ്സിന് വേണ്ടി സാധാരണഗതിയിൽ ഈ മീനെണ്ണ ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതിന്റെ എന്തെങ്കിലും ബാഡ് എഫക്റ്റുകളൊക്കെ ആന്റിഡോട്ട് ചെയ്യാൻ യു കൻ തിങ്ക് ഓഫ് ഹെപ്പാർ സൾഫ് കേട്ടോ. പിന്നെ കമ്പയർ റിസോറിക് സ്കിൻ എഫക്ഷൻ ഓഫ് സൾഫർ ആർ ഡ്രൈ ഇച്ചിങ്, അമലേഷൻ ബൈ സ്ക്രാച്ചിങ്, നോട്ട് സെൻസിറ്റീവ് ടച്ച്. ബട്ട് വൈൽ ദ കേസ് ഓഫ് ഹെപ്പാർ സ്കിൻ ഈസ് അൺഹെൽത്തി, സപ്പറേറ്റിംഗ്, മോയ്സ്റ്റ് ആൻഡ് എക്സ്ട്രീംലി സെൻസിറ്റീവ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിൽ സൾഫർ ഉണ്ടെങ്കിലും ഹെപ്പാർ സൾഫില് ഡ്രൈ അല്ല, വളരെ മോയ്സ്റ്റ് സ്കിൻ ആയിരിക്കും. പക്ഷെ സൾഫറിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. ആൻഡ് യു കെൻ സി ദ ആന്റിഡോട്ട് ബെൽ, കെമോമില്ല ആൻഡ് സൈലീഷ്യ. കണ്ടോ? ബോറിക്കിനകത്തുള്ളത് നിങ്ങളൊന്ന് കീനോട്ടിൽ കൂടെ മെൻഷൻ ചെയ്യണേ. ആന്റിഡോട്ട് ബൈ ബെൽ, കെമോമില്ല ആൻഡ് സൈലീഷ്യ. ഓക്കെ, ദെൻ കമ്മിങ് ടു മെർക്കുറി, അയഡിൻ, പൊട്ടാഷ്, കോഡ് ലിവർ ഓയിൽ. അത് മറന്നു പോകരുത്. ഈ കോഡ് ലിവർ ഓയിൽ മാത്രമായിട്ട് അവർ ചോദിക്കാം. അതുകൊണ്ട് യു മേ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഇനി അടുത്തത് ഞാൻ രണ്ടും കൂടെ പൊസിഷൻ മാറിപ്പോയതാണ്. ഹെലോണിയസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹെലോണിയസ്
ഡയേക്ക അല്ലെ. എന്താണ് ഹെലോണീസിന്റെ പ്രത്യേകത? അതിന് മറ്റൊരു പേര് ബോർഡിൽ കിടക്കുന്നുണ്ടോ? കണ്ടോ? അതൊന്നും നിങ്ങൾ കീനോട്ടിൽ എടുത്ത് എഴുതിയിട്ടേക്കണേ. ചമാമെലേറിയം കണ്ടോ? ഓർ യൂണിക്കോൺ റൂട്ട്. ഇതിന്റെ ഫാമിലി മെലാന്തേസിയെ. മാറിപ്പോരുത്, മെലാന്തേസിയെ. ഹെലോ മെല കേട്ടോ, മെല്ലെ ഹലോ എന്ന് പറയണം. ഹെലോണിയസ് മെലാന്തേസിയെ. അതിന് അതർ നെയിം ചമാലേറിയം. കണ്ടോ? മറ്റൊരു പേര് യൂണിക്കോൺ റൂട്ട്. നമുക്കറിയാം ഹെലോണിയസ് എന്ന് പറയുന്നത് നോ ഡൗട്ട് ഫീമെയിൽ റെമഡി തന്നെയാണ്. For women with prolapses from atony, innervated by intolerance and luxury, worn out with hard work, mental or physical, or overtaxed muscles, burn and ache, so tired, cannot sleep. നമുക്കറിയാം ഹെലോണിസ് കൊടുക്കുന്നത് അധികം യൂട്രൈൻ പ്രൊലാപ്സിന് കൊടുക്കുന്നതാണ്. അവരുടെ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത് എനോവേറ്റഡ് ബൈ ഇൻഡോളൻസ് ആൻഡ് ലക്ഷറി. അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ ദാറ്റ് ഇസ് ഹെലോണിസ്. പ്ലീസ് ഡു അണ്ടർലൈൻ. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാവേ. പിന്നെ ഇതിനകത്ത് എന്താണ് ബോറിക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവര് പിന്നെ സെൻസേഷൻ ഓഫ് വീക്ക്നെസ്, ഡ്രാഗിങ് ആൻഡ് വെയിറ്റ് ഇൻ ദ സേക്രം ആൻഡ് പെൽവസ് വിത്ത് ഗ്രേറ്റ് ലാംഗ്വർ ആൻഡ് പ്രോസ്ട്രേഷൻ ആർ എക്സലന്റ് ഇൻഡിക്കേഷൻസ്. അതായത് ഒരു പ്രൊലാപ്സിന് കൊടുക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പുഷിംഗ് ലൈക്ക് സെൻസേഷൻ, ഇങ്ങനെ വലിക്കുന്ന ഒരു സെൻസേഷൻ ആണ് ഉണ്ടാവുക. ഡ്രാഗിങ് ആൻഡ് വെയിറ്റ് എവിടെയുണ്ട്? സേക്രത്തിലും പെൽവിസിലും. അതിനോട് കൂടത്തി അവർക്ക് ഭയങ്കര ക്ഷീണവും കാണും. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം, എനിക്ക് ഇന്നാളൊരു പേഷ്യന്റ് വന്നു, കറക്റ്റ് യൂട്രസിന്റെ പൊസിഷൻ അറിയാം ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ആൾക്കാർ എഴുതി വെച്ചിരുന്നു. അവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ദേ നോ, നിങ്ങൾക്ക് ബോഡിക്ക് എടുത്ത് നോക്കിയാൽ കാണാം, ദേ ആർ ഹാവിങ് ദ കോൺഷ്യസ്നെസ് ഓഫ് ദ വൂംബ്. വൂമ്പിനെ കുറിച്ച് ഒരു തോന്നൽ, ഒരു അറിവ് എപ്പോഴും അവർക്ക് അത് അവിടെ ഇങ്ങനെ യൂട്രസിന്റെ എന്താ പറയാ മാർക്കിങ്സ് അറിയാന്ന് പറയുന്ന പോലെ തോന്നും. ഓക്കെ. പിന്നെ അടുത്തതാണ് മെൻസസ് സപ്രസ് ആണ്, കിഡ്നി കൺജസ്റ്റഡ് ആണ്, മന്ത്ലി കൺജഷൻ പോലെ തോന്നുന്ന ഒരു മെഡിസിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ ലിലിയം ടിഗിൽ പറയുന്ന പോലെ പേഷ്യന്റ് മസ്റ്റ് ബി ഡൂയിങ് സംതിങ് ടു എൻഗേജ് മൈൻഡ്. എപ്പോഴും യൂട്രസിനെ കുറിച്ച് ആലോചിക്കാതെ എന്തെങ്കിലും അവർ ചെയ്യണം കേട്ടോ. പിന്നെ വിമൻ വിത്ത് പ്രൊലാപ്സ് ഫ്രം അറ്റോണി ഇന്നർവേറ്റഡ് ബൈ ഇൻടോളറൻസ് ആൻഡ് ലക്ഷറി. അതേപോലെ ഇത് ഡയബറ്റിസ് മെലിറ്റസിനും ഡയബറ്റിസ് ഇൻസിപിഡസിനും കൊടുക്കാമെന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹെലോണിയസ് പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്തിലുള്ള ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ഡയബറ്റിസ് ഇൻസിപിഡസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. ആൻഡ് യു ക്യാൻ സി എങ്ങനെയാണ് അവർക്ക് വൂംബ് കോൺഷ്യസ്നെസ് ഉള്ളത്, അതേപോലെ ക്യാൻ ട്രേസ് ദ ഔട്ട്ലൈൻസ് ഓഫ് ദ കിഡ്നി ബൈ കോൺസ്റ്റന്റ് ബേണിംഗ്. ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കണേ. അപ്പൊ ഹെലോണിസ് എന്ന് പറയുന്ന മെഡിസിന് യു വിൽ നെവർ തിങ്ക് പ്രൊലാപ്സിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ ചിന്തിക്കും. പക്ഷെ എക്സ്ട്രാ ആയിട്ട് രണ്ട് കാര്യം നിങ്ങൾ ഓർക്കണം. ഒന്ന്, ഇത് ഡയബറ്റീസിന്റെ കാര്യത്തിന് കൊടുക്കാമെന്നും പിന്നെ ഔട്ട്ലൈൻ ഓഫ് ദ കിഡ്നി ബൈ കോൺസ്റ്റന്റ് ബേണിംഗ്. ഇപ്പൊ നമ്മൾ ഹെലോണിസിനെ കുറിച്ച് ഒന്ന് യൂറിനറി സിസ്റ്റം എടുത്ത് നോക്കിയാൽ കണ്ടോ, അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഹെലോണിയസ് യൂറിനറി സിംറ്റംസ്: ആൽബുമിനേറിയ അക്യൂട്ട് ഓർ ക്രോണിക് ഡ്യൂറിംഗ് പ്രഗ്നൻസി with a great weakness, languor, drowsiness, yet no reason. Diabetes in the first stage, urine profuse, clear, saccharine, stick together, great thirst, restlessness, emaciation, irritable and melancholy. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അക്യൂട്ടോ ക്രോണിക്കോ ആയിട്ട് എങ്ങനെ ഒരു കണ്ടീഷൻ വന്നു, പ്രഗ്നൻസിയുടെ സമയത്ത് വന്നാൽ യു ക്യാൻ തിങ്ക് ഓഫ് ഹെലോണിയസ്. മാറിപ്പോവരുത്. ആൻഡ് ക്യാൻ ട്രേസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഷ്യസ്നെസ് ഓഫ് വൂംബ് ഉണ്ടെന്നുള്ളതും, രണ്ടാമത് അവർക്ക് കിഡ്നിയുടെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ. പിന്നെ അവർക്ക് എപ്പോഴും എന്താണ്, ഷുഡ് ബി ഡൂയിങ് സംതിങ് അല്ലേ, എപ്പോഴും മൈൻഡ് എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയുള്ള മെഡിസിൻ ആണ് അലേട്രിസും കേട്ടോ. അലേട്രിസ് ഓക്കെ. സോ വേഴ്സ്, മോഷൻ ആൻഡ് ടച്ച് തന്നെയാണ്. സോ ഹെലോണിയസ് അതന്നെ മറന്നുപോയത്, ചമാമിലേറിയം, യൂണിക്കോൺ റൂട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് റോസുകൾ ഏതൊക്കെയാണെന്നും റൂട്ടുകൾ ഏതൊക്കെയാണെന്നും ഓർത്തെടുക്കണം കേട്ടോ. ഇന്നെല്ലാ റൂട്ടുകളും നോക്കണം. സ്റ്റോൺ റൂട്ട് ഉണ്ട്, പിന്നെ ബ്ലഡ് റൂട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ റൂട്ടുകളുണ്ട്, സിനോണിംസ്, അതുകൂടെ എഴുതി വെക്കണം. പ്ലസ് ഈ റോസുകൾ ഏതാണെന്നും ഞാൻ പറഞ്ഞ ഫാമിലീസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ലൊഗനേസിയ, റെനങ്കുലേസിയ, പിന്നെ സ്ക്രോഫിലറേഷ്യ, ഇപ്പം നമ്മൾ പഠിച്ച മെലാൻഡേസിയ, കമ്പോസിറ്റ് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും അതും ഒന്ന് ഓർത്ത് വെച്ചേരും കേട്ടോ. പിന്നെ ഫോർ ദ ബാഡ് ഓഫ് കണ്ടോ, കീനോട്ടിൽ ഒരു ഒറ്റ സിംറ്റം ആയിട്ട് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഹെലോണീസിന്റെ സിംറ്റം, ഫോർ ദ ബാഡ് എഫക്ട്സ് ഓഫ് അബോർഷൻസ് ആൻഡ് മിസ്കാരിയേജസ്. അപ്പൊ ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒക്യുപ്പൈഡ് ആവണം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുതേ. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് റെമഡി. നമ്മൾ തുടങ്ങിയത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ അടുത്ത മെഡിസിൻ കൂടെ ഒന്ന് പറഞ്ഞേക്കാവേ. ഹൈഡ്രാസ്റ്റസ്. ഓക്കെ. ഹൈഡ്രാസ്റ്റസ് എന്ന് പറഞ്ഞ മെഡിസിൻ
ഇത് അടുത്ത റെനംഗ്ലേസിയം മെമ്പർ ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ ഒരു റെനംഗ്ലേസിയം മെമ്പർ ഏതാ പഠിച്ചത്? ഓർക്കുന്നോ? തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച റെനംഗ്ലേസിയം മെമ്പർ ഹെലിബോറസ്. അപ്പൊ അടുത്ത മെമ്പറാണ് ഗുഡ്. അടുത്ത മെമ്പറാണ് ഏത്? റെനംഗുലേസിയയിൽ പെടുന്ന ഹൈഡ്രാസ്റ്റസ്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു പേര് കണ്ടോ? ഗോൾഡൻ സീൽ എന്നാണ് പറയുന്നത്. ഹൈഡ്രാസ്റ്റസ് ഗോൾഡൻ സീൽ അല്ലെ? കാനഡയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആവുന്നതാണല്ലോ അല്ലെ? നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കാനഡയിൽ പോകുമ്പോൾ നമുക്ക് ഗോൾഡൻ സീൽ കിട്ടും. ഓക്കെ ദെൻ കമ്മിങ് ടു ഹൈഡ്രാസ്റ്റസ് ആണ്. ഹൈഡ്രാസ്റ്റസിനെ കുറിച്ച് പറഞ്ഞാൽ ഹൈഡ്രാസ്റ്റസ് കാലാൻഡ്രിസിസ് ഗോൾഡൻ സീൽ തന്നെയാണ് ബോറിക്കിലും കിടക്കുന്നത്. ഫോർ ഡെബിലിറ്റേറ്റഡ് പേഴ്സൺസ് വിത്ത് മിസ്ഡ് മ്യൂക്കസ് ഡിസ്ചാർജസ്. കുറച്ച് പേരൊക്കെ ഈ നമ്മുടെ ഈ കാലി ബൈക്കിനെ കൂടെ റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ ഹൈഡ്രാസ്റ്റസ് പൊതുവെ എല്ലാവരും സൈനസൈറ്റിസിനും കൊടുക്കാറുണ്ട്. കാക്റ്ററ്റിക് ഓർ malignant dyscrasia with a marked derangement of gastric and hepatic functions broken down by excessive use of alcohol. ഈ കാക്റ്ററ്റിക് ആൻഡ് മാലിഗ്നന്റ് ഡിസ്ക്രേഷ്യ, ഗാസ്ട്രിക് ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ നമ്മൾ ഒത്തിരി മെഡിസിൻ പഠിക്കും. ഇനി നമുക്ക് ബാഗ്മോർ പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ച മെഡിസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ കൊണ്ട് തകർന്നു പോയ ഗ്യാസ്ട്രിക് ഹെപ്പാറ്റിക് ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഹൈഡ്രാസ്റ്റസ്. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ കാക്ടസിയ എന്നൊക്കെ പറയുന്നത് ഇനി ട്യൂബർകുലത്ത് പഠിക്കാനുണ്ട്. കാൽക്കിയറഫോസ് നമ്മൾ പഠിച്ചു. ഈ കുറേ പിന്നെ ബ്ലീഡർ റെമഡീസിനൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ ബ്രോക്കൺ ഡൗൺ ബൈ എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ എന്നുള്ളത് ഹൈഡ്രാസ്റ്റസിന്റെ പ്രത്യേകത. പ്ലീസ് ഡു അണ്ടർലൈൻ ദാറ്റ്. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി അതിനകത്ത് കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ഞാൻ പറയാം. ഇറ്റ് ഇസ് പിന്നെ ബോറിക്കിൽ പറയുന്നതാണ്. തിക്ക് യെലോയിഷ് റോപ്പി എക്സ്പെക്ട്രേഷൻ ആണ്. മ്യൂക്കോയിഡ് ഡിസ്ചാർജുകളുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, കണ്ടോ, ഒരു മിഡിൽ കഴിയുമ്പോൾ ഇറ്റ്സ് ആക്ട്സ് ഓൺ ദി ലിവർ ഇസ് മാർക്ക് ക്യാൻസർ ആൻഡ് ക്യാൻസറസ് സ്റ്റേജസ് ബിഫോർ ദ അൾസറേഷൻ വെർ പെയിൻ ഇസ് ദ പ്രിൻസിപ്പൽ സിംറ്റം. ക്യാൻസർ കണ്ടീഷന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. പെയിൻ മാത്രമായിരിക്കും. അൾസർ ഒന്നും വന്നിട്ടില്ല, പെയിൻ മാർക്കാണെങ്കിൽ ഹൈഡ്രാസ്റ്റസ് കൊടുക്കാം. ബ്രോക്കൺ ബൈ ആൽക്കഹോൾ, പെയിൻ മാത്രമാണെങ്കിൽ കൊടുക്കാം. പിന്നെ കണ്ടോ, ഈ സിംറ്റം ആണ് ഞാൻ പറയുന്നത്, ഗോയിറ്റർ ഓഫ് പ്യൂബർട്ടി ആൻഡ് പ്രഗ്നൻസി. അപ്പൊ നമ്മളെ ഹെലോണിയസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഡയബറ്റിസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. അപ്പൊ ഹൈഡ്രാസ്റ്റസ് എന്ന് പറയുന്നത് ഗോയിറ്റർ ഓഫ് പ്യൂബർട്ടി ആൻഡ് പ്രഗ്നൻസി. ഓക്കെ, ആ കാര്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾ ബോറിക്കിലോ ഈ നോട്ടിലോ മെൻഷൻ ചെയ്യണം. സ്മോൾ പോക്സിന് ഇന്റേണലിയും അതുപോലെ എക്സ്റ്റേണലി ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഡിപ്രസ്ഡ്, ഷുവർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസൈസ് ഇറ്റ് എന്നൊക്കെ കണ്ടിട്ടും. ഇനി നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന കീനോട്ടിൽ പറഞ്ഞിരിക്കുന്ന ക്യാൻസർ ബ്രസ്റ്റിനൊക്കെ ഇത് കൊടുക്കാറുള്ളതാണ്. ദെൻ കമ്മിങ് ടു അതിലൊരു കാര്യം അതിന്റെ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ട്യൂബർകുലത്തിലാണ് കിടക്കുന്നത് ഹൈഡ്രാസ്റ്റസ്. ട്യൂബർകുലിനെ എടുത്ത് നോക്കിയാൽ മതി. ഹൈഡ്രാസ്റ്റസ് എന്ന് പറയുന്ന മെഡിസിൻ പാറ്റേൺ ആഫ്റ്റർ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പാറ്റേൺ ആഫ്റ്റർ ട്യൂബർകുലോസിസ്. അത് ഈ മെഡിസിൻ ആണേ. നിങ്ങളൊന്ന് എടുത്തു നോക്കിയത് എവിടെ കിടക്കുന്നത് ഞാൻ മറന്നു. ട്യൂബർകുലത്തിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. പാറ്റേണിങ് ആഫ്റ്റർ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഹൈഡ്രാസ്റ്റസ് ആണ് കേട്ടോ. എവിടെയോ അതുണ്ട്, ഇതിനകത്ത് കാണുന്നില്ല. സംഭവമുണ്ട്. പിന്നെ ഇവരുടെ ബാക്കിൽ ഓക്കെ എന്നാ ഓക്കെ എന്നാ അതിലാണ് കിടക്കുന്നത്. ഞാൻ ഇതിലാണ് സെർച്ച് ചെയ്ത്. ട്യൂബർകുലോസിസിന് ശേഷം ആൾക്കാരെ ഫാറ്റൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് ഹൈഡ്രാസ്റ്റസ്. അതിലൊരു ബാക്ക് സിംറ്റം കണ്ടോ, ഒത്തിരി പേര് ഈ IVDP സിംറ്റംസുകാർ ഇത് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ലംബാർ റീജിയനിലെ പെയിൻ ആണ്. അതുകൊണ്ട് അവർക്ക് എണീക്കണമെങ്കിൽ രണ്ട് കൈയും സപ്പോർട്ട് കൊടുത്തിട്ടേ എണീക്കാൻ പറ്റുള്ളൂ. ഹൈഡ്രാസ്റ്റസിന് അങ്ങനത്തെ സിംറ്റം നമ്മൾ വിചാരിക്കില്ലല്ലോ, പക്ഷെ അത് ഹൈഡ്രാസ്റ്റസിന്റെ ബാക്ക് ഏക്ക് ആണ്. അതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. മസ്റ്റ് യൂസ് ആംസ് ടു റൈസ് ഹിംസെൽഫ് ഫ്രം ദ സീറ്റ്. ആന്റിഡോട്ട് സൾഫർ ആണേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ബാക്ക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എടുത്ത് എഴുതിയിരിക്കുന്നത്. സോ ഹൈഡ്രാസ്റ്റസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി റെനംഗുലേസിയേ. ഗോൾഡൻ സീൽ എന്നാണ് പേര്. വിസിറ്റ് ആയിട്ടുള്ള മ്യൂക്കോസ് ഡിസ്ചാർജസ് ഒക്കെ ഉണ്ട്. കാക്റ്ററ്റിക് ഓർ മാലിഗ്നന്റ് ഡിസ്ക്രേഷ്യ ആണ് ബൈ എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ. കണ്ടോ, ആൽക്കഹോൾ എന്നുള്ളൊരു വാക്ക്. എക്സസീവ് ആൽക്കഹോൾ പല മെഡിസിൻസ് ഉണ്ട്, പക്ഷെ അതിനുശേഷം അവർക്ക് പണി കിട്ടിയത് അല്ലേ, ഗ്യാസ്ട്രിക് ഓർ ഹെപ്പാറ്റിക് കണ്ടീഷൻസ് വന്നതാണ്. പിന്നെ അവരുടെ ഈ CA കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്നു. ഗോയിറ്റർ ഓഫ് പ്രഗ്നൻസി ആൻഡ് പ്യൂബർട്ടി ഉണ്ട്. പിന്നെ ഹൈഡ്രാസ്റ്റസ് അബോർഡിഷ് ദ ഡിസ്ട്രസിംഗ് സിംറ്റംസ് ഓഫ് സ്മോൾ പോക്സ് ഉണ്ട്. നമ്മൾ സൈനസൈറ്റിസിനൊക്കെ കൊടുക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലംബാർ റീജിയനിലെ സിംറ്റംസ് ആണ് കേട്ടോ. മസ്റ്റ് യൂസ് ആംസ് ടു റേസ് ഹിംസെൽഫ് ഫ്രം ദ സീറ്റ്. ആന്റിഡോട്ട് സൾഫർ ആണ്. ഓക്കെ, ഹയോസും കൂടി ഉള്ള എച്ചിൽ അതും കൂടി ഒന്ന് തീർത്തോട്ടെ, വേഗം തീർത്തോളാം.
അപ്പൊ ഹയോസൈമസ് എന്ന് പറഞ്ഞ മെഡിസിൻ അതില് നമുക്കറിയാം ഹെൻബെയിൻ എന്നാണ് പേര്, സൊളനേസിയ ഫാമിലിയിലെ മെമ്പറാണ്. ബാക്കി ആരാ മെമ്പർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സൊളനേഷ്യയില്. അതിൽ ഹെൻബെയിൻ എന്ന പേര് ഓർക്കണം. സാങ്ക്വിൻ, യെസ്. അപ്പൊ സാങ്ക്വിൻ ടെമ്പറാമെന്റിൽ പെടുന്ന ആൾക്കാരാണ് ഇവരും. ഇറിറ്റബിൾ, നെർവസ് ആൻഡ് ഹിസ്റ്ററിക്കൽ ആണ്. നമ്മള് മെലങ്കുളി ടൈപ്പ് ഓഫ് മാനിയ എന്ന് പറഞ്ഞത് ഹെലിബോറസിലാണെങ്കിൽ ഇതിൽ ഹയോസൈമസ് പറയുന്ന മാനിയ ഇൻ എ ക്വാർലെസ് ആൻഡ് ഒബ്സീൻ ക്യാരക്ടർ, എക്സിബിഷൻ ഉള്ള ഒരാളാണല്ലോ. അപ്പം ഇവരുടെ പ്രത്യേകത jealous stripping herself for uncovering genitals, tremulous weakness and twitching of tendons, coma, vigil, toxic gastritis. So ഹയോസൈമസ് ടോക്സിക് ഗ്യാസ്ട്രൈറ്റിസിന് കൊടുക്കാം, നോൺ ഇൻഫ്ലമേറ്ററി സെറിബ്രൽ ആക്ടിവിറ്റി കൊടുക്കാം. മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്നതിനേക്കാൾ യൂസ്ഫുള്ള് നോൺ ഇൻഫ്ലമേറ്ററി സെറിബ്രൽ ആക്ടിവിറ്റിക്കാണ്. കോമ, വിജിലുണ്ട്, ട്രിമുലസ് വീക്ക്നെസ് ആൻഡ് ട്വിച്ചിങ് ഓഫ് ടെൻഡൻസ്. നമ്മൾ പറയില്ല പലയിടത്തും ഇങ്ങനെ പടയ്ക്കുന്ന പോലെ തോന്നുന്നൊക്കെ. jealous stripping herself for uncurving genitals, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. പിന്നെ ലസീവിയസ് മാനിയുള്ള ആളാണ്. പിന്നെ യൂറിനറി സിസ്റ്റത്തിനകത്ത് ഒരു സിംറ്റം ഉണ്ട്, ഈ ബ്ലാഡർ പാരാലിസിന് കൊടുക്കും. നോ ഡിസയർ യൂറിനേറ്റ് ഇൻ ലൈങ് ഇൻ വിമൻ, കണ്ടോ? അതുപോലെ അവരുടെ ഒരു കഫ് സിംറ്റം ഉണ്ട്, കഫ് സ്പാസ്പോഡിക് ഡോക്ടറൽ കഫാണ്. അഗ്രിവേഷൻ ആൻഡ് ലൈങ് ഡൗൺ ആൻഡ് റിലീവ്ഡ് ബൈ സിറ്റിംഗ് അപ്പ്. അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. ഈ ലൈങ് ഡൗണിൽ ബെറ്റർ ആവുന്നത് മാംഗാനം അസറ്റിക്കാണ് കേട്ടോ. അത് എവിടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങളൊന്ന് ഓർക്കണേ. സാധാരണ എല്ലാവർക്കും കിടക്കുമ്പോൾ ചുമ കൂടുമല്ലേ, മാംഗാനം അസറ്റിക്കുന്നത് കിടന്നാലാണ് ബെറ്റർ കേട്ടോ. അപ്പം ഹയോസൈമസിന്റെ ആ കാര്യം ഒന്ന് ഓർക്കണം. പിന്നെ അതുപോലെ സ്പാസം ഒക്കെ നമ്മൾ ഓർക്കുമല്ലോ. ഇവർക്ക് സ്പാസം വിത്തൗട്ട് കോൺഷ്യസ്നെസ് ഉള്ള ഒരു മെഡിസിൻ ആണ്. സ്പാസംസ് വിത്തൗട്ട് കോൺഷ്യസ്നെസ് ഉള്ള ഒരു മെഡിസിൻ ആണ് ഹയോസൈമസ്. വിത്ത് കോൺഷ്യസ്നെസ് ആണെങ്കിൽ നെക്സോമിക്ക ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് കോൺഷ്യസ്നെസ് ആണ് ഹയോസൈമസ് കേട്ടോ. പിന്നെ അതിന്റെ കമ്പാരിസൺ നമുക്കറിയാം, ബെൽ, സ്ട്രമോണിയം, വെറേറ്റർ ഒക്കെ ഉണ്ട്. അതിലൊരു കാര്യം, ഹയോസൈമസിന്റെ ലസീവിയസ്നെസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊന്ന് റിലേഷൻഷിപ്പ് നോക്കിയാട്ടെ. കീനോട്ടിൽ തന്നെ ഫോസ്ഫറസ് ഓഫൺ ക്യൂവേഴ്സ് ദ ലസീവിയസ്നെസ് വെൻ ഹയോസ് ഫെയിൽസ്. ഈ ഫോസ്ഫറസ് ഒരു ലസീവിയസ് റെമഡി തന്നെയാണ് കേട്ടോ. ഈ ഫോസ്ഫറസ് ഇങ്ങനെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് എല്ലാരോടും കാതലിയായിട്ടുള്ള ആൾക്കാരാണ്. ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഹയോസൈമസ് ഈ കാര്യങ്ങൾക്ക് ലസീവിയസ്നെസ് ക്യൂർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ യു കൻ തിങ്ക് ഓഫ് ഫോസ്ഫറസ്. പിന്നെ ഹീമോടൈസിസ് ഓഫ് ഡ്രങ്കാർഡ്സിന് നക്സോമിക് ഓർ ഒപ്പിയം ഇൻ ഹീമോടൈസിസ് ഓഫ് ഡ്രങ്കാർഡ്സ്. പിന്നെ ബെൽ ഇൻ ഡെഫ്നെസ് ആഫ്റ്റർ അപ്പോപ്ലക്സി. ഒരു ബന്ധവും ഇല്ലാത്ത 4-5 മെഡിസിൻസ് പറഞ്ഞേക്കുന്നുണ്ടോ ഹയോസൈമസില്. ഈ ഡ്രങ്കാർഡ്സിൽ വരുന്ന വൊമിറ്റിങ്ങിന് നക്സോമിക്കയും ഒപ്പിയവും അടിപൊളിയാണ് അല്ലെ, അതിന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നും. ബെൽ വെൽ ഇൻ ഡെഫ്നെസ് ആഫ്റ്റർ അപ്പോപ്ലക്സി. അപ്പൊ നമ്മൾ കുറച്ച് റിലേഷൻഷിപ്പ് ഒന്നുകൂടെ പഠിച്ചു അല്ലെ. ഹയോസൈമസ്, ബെൽ വെൽ ഇൻ ആഫ്റ്റർ അപ്പോപ്ലക്സി, നക്സോർ ഒപ്പിയം ഇൻ ഹീമോടൈസിസ് ഓഫ് ഡ്രങ്കാർഡ്സ്, ഫോസ്ഫറസ് ഓഫൺ ക്യൂവേഴ്സ് ലസീവിയസ്നെസ് വെൻ ഹയോസ് ഫെയിൽസ്. ഇനി കാർഫോളജി ഒക്കെയുള്ള മെഡിസിൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. കാർഫോളജിയാണ്, സ്പീക്കിംഗ് ഓഫ് ബ്ലഡ് ക്ലോസ് ഒക്കെ ഉള്ളതാണ്. ആന്റിഡോട്ട്, ബെൽ ആൻഡ് ക്യാംഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബെൽ ആൻഡ് ക്യാംഫർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കഫില് അഗ്രിവേഷൻ ലൈങ് ഡൗൺ ആണ്, റിലീവ് ബൈ സിറ്റിംഗ് അപ്പ് ആണ്. നൈറ്റിലൊക്കെ ഇവർക്ക് കൂടുന്നു. ആൻഡ് മാംഗാനം അസറ്റിക്കം എന്ന് പറയുന്നത് കഫ് ബെറ്റർ ബൈ ലൈങ് ഡൗൺ ആണ്. ഇതിന്റെ ഫാമിലി ഓർത്തിരിക്കണേ. ബിലോങ്ങിങ് ടു ദ ഫാമിലി ഏതാണ്? ഹയോസൈമസ്, സൊളനേസിയ. അപ്പൊ നമ്മൾ എച്ച് ഗ്രൂപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഡൺ വിത്ത് ആർ ടൈം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വേറെ എന്തെങ്കിലും ടോക്കിന് പോയാൽ ഓൾറെഡി ഞാൻ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് സമയം പോകും, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഈ മെഡിസിൻസ് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കീനോട്ടും ബോറിക്കും പ്ലസ് ഇൻട്രൊഡക്ഷൻ. ചിലപ്പോൾ ഞാൻ സ്കിപ്പായി പോയ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടാവും, അതുകൂടെ റെഫർ ചെയ്യണം. അതിന്റെ എല്ലാം സിനോണിംസും മെഡിസിൻസും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, വി വിൽ കണ്ടിന്യൂ വിത്ത് ഓൺ ദ നെക്സ്റ്റ് ഡേ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദ റെമഡീസ്. ഈ പഠിച്ചിരുന്ന മെഡിസിൻസ് തന്നെ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വായിച്ചും തിരിച്ചും പറഞ്ഞ് പഠിച്ചൊക്കെ നോക്കണം. അങ്ങനെയാണെങ്കിൽ കീനോട്ട് നമുക്ക് കുറേ തറവാകും. റിവിഷൻ വേണം എങ്കിലും കീനോട്ട് നമുക്ക് കുറേ തറവാകും. ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ അപ്പ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആകുക. അതിൽ നമുക്ക് തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇവഞ്ച്വലി വരും. എനി ഡൗട്ട്സ്, എനിത്തിങ്, എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഓൾറെഡി ബ്രെയിൻ ഫാഗ് ആയിരിക്കാന്ന് എനിക്കറിയാം. കുറെ ക്ലാസ്സുകൾ ഒരുമിച്ച് വരുന്നുണ്ടല്ലേ. കീനോട്ട് നമ്മളെ എപ്പോഴും നമ്മുടെ ഫോണിലാണെങ്കിലും
അല്ലെങ്കിൽ നമ്മൾ കയ്യിലൊരു ബോറിക് കീനോട്ട് എപ്പോഴും ഒന്ന് വെറുതെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത സിംറ്റംസ് ഒക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് അതൊന്ന് വായിച്ച് നോക്കാൻ ഇടയ്ക്ക് ഒന്ന് വെറുതെ പേപ്പർ തിരിച്ച് നമ്മൾ കാണുന്ന സിംറ്റം നമ്മൾ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഹയോസൈമസിന്റെ റിലേഷൻഷിപ്പ് മറന്നുപോകുകയേ ചെയ്യരുത് കേട്ടോ. ഒരു ബന്ധവുമില്ലാത്ത റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടത്. സോ അപ് ടു ഹയോസൈമസ് സ്റ്റാർട്ടിങ് ഫ്രം യൂപ്പറ്റോറി ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, ഇൻക്ലൂഡിങ് ദർ ബോറിക് സിംറ്റംസ്. നിങ്ങൾ അത് തറവായിരിക്കും.